അവന്റെ പരോളിപ്പ് എന്തായാലും ഉടനെ കഴിയും. അത് കഴിഞ്ഞ് അവൻ ജയിലിൽ പോയാ നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോയി അവനെ കാണിക്കാനൊന്നും നിൽക്കണ്ട. സരയുവാണ് കൺമണിമോളുടെ അമ്മ. അപ്പോ ആ കുഞ്ഞിന്റെ പേരിൽ അവൾക്കാണ് കൂടുതൽ അധികാരമുള്ളത്. അങ്ങനെയുള്ളപ്പോ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മളായിട്ട് ചെയ്യണ്ട. ഞാൻ ഐസിയുനകത്തേക്ക് മനോഹരനെ കാണിക്കാൻ കുഞ്ഞിനെ കൊണ്ടുപോയത് അവൾക്ക് വലിയ ഷോക്കായെന്ന് തോന്നുവാ. ഉറപ്പല്ലേ? ഇനിയിപ്പതേ ആ വൈരാഗ്യം എന്തായാലും അവൾക്ക് കാണും കല്യാണി. അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്ത പ്രവൃത്തികൾ വെച്ച് നോക്കിയാൽ നമ്മൾ അവർക്ക് ഒരു സഹായം പോലും ചെയ്യാൻ പാടില്ലാത്ത. എന്നാൽ അതല്ലല്ലോ നമ്മൾ ചെയ്തത്. അവളുടെ കുഞ്ഞിനെ ഏറ്റെടുത്തുന്നു മാത്രമല്ല, അവൾക്ക് നല്ല ശമ്പളത്തിലാണ് ജോലി കൊടുത്തിരിക്കുന്നത്. അവളതില് കഴിവ് തെളിയിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇനിയും നമ്മളെ ശമ്പളം കൂട്ടിക്കൊടുക്കും. അത്രയൊക്കെ ഉപകാരങ്ങൾ ചെയ്യുന്ന നമ്മള് മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരു തെറ്റ് ചെയ്തു പോയി. അത് ദൈവത്തിന്റെ മുമ്പിൽ തെറ്റൊന്നുമല്ല. അവളുടെ കണ്ണിൽ അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി നമ്മൾ ചെയ്തു പോയി. അതിന്റെ പേരിൽ ഇങ്ങനെ വൈരണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും കിരണേട്ടൻ അവളെ പോയി ഒന്ന് കാണണം. എന്നിട്ട് അവളെ ഒന്ന് സമാധാനിപ്പിക്കണം. ജോലി ചെയ്യാതെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ ശ്രമിച്ചാ അവൾ അതിന് നിന്ന് തരണമെന്നില്ല. അവളെ പോലൊരു പെൺകുട്ടിക്ക് ഇന്നത്തെ കാലത്ത് ഒരു ജോലിക്ക് ഒരു പ്രയാസമില്ല. അതുകൊണ്ട് വാശി കയറി കഴിഞ്ഞാ നമ്മളുടെ സഹായം വേണ്ടെന്ന് അവൾ വെക്കും. ഇന്ന് മാത്രമല്ല, കൺമണി മോളെ ചിലപ്പോ അവള് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അപ്പൊ അതറിഞ്ഞില്ലേ, കൺമണി മോളിപ്പോ താരാന്റെയും സരവിന്റെയും കൂടെയാണ്. അയ്യോ, അപ്പൊ അത് അച്ഛനമ്മയ്ക്കും വലിയ വിഷമായി കാണൂല. ഇത്രയും ദിവസം അവരുടെ ബോറിംഗ് ഒക്കെ മാറ്റിക്കൊണ്ടിരുന്നത് മോളാ. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, ചാരി ആന്റിക്കും അത് വലിയ വിഷമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളോട് സംസാരിച്ച് എല്ലാം ഒന്ന് സോൾവ് ചെയ്യാൻ. നാളെയാണ് നമ്മുടെ ദിലീപിന്റെ അച്ഛന്റെ അസ്ഥി കടലിൽ ഒഴുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും അവള് പറഞ്ഞു നീ കാര്യാക്കണ്ട. എനിക്കൊന്നും വേണ്ട. അമ്മ കഴിച്ചിട്ട് കിടന്നു. കുഞ്ഞിനെ കുറുക്ക് കൊടുത്തില്ലേ? കുഞ്ഞിനെ കൊണ്ടുവന്നത് ആന്റിക്കും അങ്കിളിനും വിഷമായി കാണുന്നല്ലേ? അവര് വിഷമിക്കട്ടെ. അതിന്റെ 1000 മടങ്ങ് ഞാൻ വിഷമിച്ചില്ലേ? ഇനി മോൾ ഇവിടെ നിന്നാ മതി. ഓ, കിരൺ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വരുമായിരിക്കും. അവളെ ഞാൻ വിളിച്ചല്ലോ. കല്യാണിയെ അവള് പറഞ്ഞു കാണും എന്റെ ദേഷ്യം മാറ്റാൻ. അതങ്ങനെ മാറുന്നതല്ലമ്മേ. ഈ കല്യാണി ഉണ്ടല്ലോ, അവൾ ഒറ്റ ഒരുത്തിയാ എന്റെ ജീവിതം തകർത്തത്. അത് അമ്മയ്ക്ക് പോലും ദഹിക്കില്ല. കാരണം കല്യാണിയെ സ്വന്തം മോളെ പോലെയാണല്ലോ പരിചയപ്പെടുന്നവരെല്ലാം സ്നേഹിക്കുന്നത്. അവളുടെ ആ സ്വഭാവമാ എന്റെ മുറച്ചെറുക്കനായി കിരണിനെ കീഴടക്കിയത്. കല്യാണി എന്ന പെൺകുട്ടിയെ കിരൺ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് മനോഹർ വരില്ലായിരുന്നു. എങ്കിൽ കിരൺ കെട്ടിയ താലി എന്റെ കഴുത്തി കണ്ടേനെ. ഞാനായിരുന്നേ അവന്റെ ഭാര്യ. ഞങ്ങൾക്കിടയിലേക്ക് വലിഞ്ഞു കയറി വന്നവളാ ഈ കല്യാണി. അവൾ ഇപ്പോഴും ചെയ്യുന്ന നോക്ക്. ഞാനല്ലേ എന്റെ കുഞ്ഞിന്റെ അമ്മ? ഞാൻ നൊന്ന് പ്രസവിച്ചതല്ലേ എന്റെ കൺമണി മോളെ? എന്നിട്ട് എന്ത് അധികാരത്തിന്റെ പേരിലാ എന്റെ മോളെ കൊണ്ട് അവനെ കാണിക്കാൻ ശ്രമിച്ചത്? അന്നൊരു ദിവസം ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നു. കുഞ്ഞിനെ തട്ടിയെടുത്തോണ്ട് പോയില്ലേ? ഞാനും എന്റെ വളർത്തമ്മയും കൂടി ഷോപ്പിങ്ങിന് പോയ വിവരം അവനെ അറിയിച്ചത് കല്യാണിയായിരിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ ആ ക്രിമിനൽ എടുത്തോണ്ട് പോയത് അമ്മയ്ക്ക് അറിയാലോ. അന്നും അതിന് വഴിയൊരുക്കിയത് അവളായിരിക്കും. എന്താ അങ്ങനെ പറഞ്ഞ? സത്യമാ ഞാൻ പറയുന്നേ. സ്വന്തം മോളെ തേടി അലഞ്ഞാളാ എന്റെ അമ്മ. അങ്ങനെയുള്ള അമ്മയ്ക്ക് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാ എന്നെ കിട്ടിയത്. അങ്ങനെയെങ്കിൽ എന്റെ കൂടെ നിൽക്കണം. കല്യാണം കാണുമ്പോഴൊക്കെ സ്നേഹിച്ചോ, പക്ഷെ അവൾ അത്ര നല്ല പെൺകുട്ടിയൊന്നും അല്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഞാൻ അങ്ങനെ പറഞ്ഞ എന്താണെന്നറിയോ? അവള് ഞങ്ങളുടെ ക്യാൻറ്റീനിലെ പണിക്കാരിയാവുന്ന സമയത്ത് തന്നെ അവക്കറിയാം എന്നെ കിരണിന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുകയെന്ന്. അത് അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ കിരണിനെ അവള് പ്രണയത്തിൽ കുടുക്കിയത്. അവളൊരു പാവമാണെന്ന് കിരൺ കരുതി. അവള് സ്നേഹിച്ചു. അവള് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തപ്പോ അവളുടെ പാചകത്തിലങ്ങ് വീണുപോയി. അന്ന് അത്യാവശ്യം അഹങ്കാരവും പിന്നെ കിരണിനെ വേദനിപ്പിക്കുന്ന പല പ്രവൃത്തികളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ വീഴ്ച. എന്നാ അത് മുതലാക്കി, മൊത്തത്തിൽ മുതലാക്കി. അവളും ആ കല്യാണി ഒരു പുരുഷന് ഒരു പെൺകുട്ടി മനസ്സ് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞാ, അവരുടെ വിവാഹം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞാ, ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളൊന്നും അതിനിടയിലേക്ക് വലിഞ്ഞു കയറി ചെന്നില്ല. ഇവിടെ വലിഞ്ഞു കയറി വന്നെന്ന് മാത്രമല്ല, അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ. അമ്പലത്തിൽ പോയി ദൈവങ്ങളെ വിളിച്ചുണർത്തുന്ന അവളെ കല്യാണി. അങ്ങനെ വിളിച്ചുണർത്തി അവസാനം എന്റെ കിരണിന്റെ മനസ്സ് അവള് കീഴടക്കുമായിരുന്നു. ദൈവങ്ങളെ കൂട്ടുപിടിച്ച എന്റെ കിരണിനെ അവള് തട്ടിയെടുത്തത്. എനിക്കറിയാം എന്റെ അമ്മയാണെങ്കിൽ പോലും കല്യാണിയെ കുറിച്ച് പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന്. അത് തന്നെയാണ് അവളുടെ വിജയവും. ചെല്ല്, കുഞ്ഞിനെ കൊണ്ട് ഓർക്ക്. എന്നിട്ട് അമ്മയെ ഉറങ്ങും. പോവാൻ പറഞ്ഞില്ലേ? കുഞ്ഞിനെ കൊണ്ടേ ഓർക്കാൻ. എന്റെ സംസാരം കേട്ടിട്ട് ഞാൻ വീണ്ടും മെന്റലായെന്ന് കരുതണ്ട. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ സ്വബോധത്തിലാണ് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ കിരണിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയത് അവൾ ഒറ്റ ഒരുത്തിയാ. അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നായി ജീവിച്ചേനെ. അവൻ എന്റെ മുറച്ചെടുക്കണ. എനിക്ക് അവകാശപ്പെട്ട മുതലല്ലേ അവനെ അവള് തട്ടിയെടുത്തു. എന്നിട്ട് ഞാൻ വെറുക്കുന്ന, ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരുത്തന്റെ അരികിലേക്ക് എന്റെ മോളെ കൊണ്ട് പോന്നു. അങ്ങനെയുള്ള അവളോട് ഒരു സിമ്പതിയും കാണിക്കേണ്ട കാര്യമില്ല. അവൾ ഈ ചെയ്തതിന് ഞാൻ പകരം വീട്ടും. എന്റെ കിരണിലൂടെ അവൻ അവളെ ജീവനാ. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്കിടയിലേക്ക് കയറി വന്ന കല്യാണി എന്റെ കിരണിനെ അടർത്തി മാറ്റിയതുപോലെ ഞാൻ അവരെ തമ്മിൽ അകറ്റും. എന്നിട്ട് എന്റെ കിരണിനെ ഞാൻ അടർത്തിയെടുക്കും. അസ്ഥി ഒഴുക്കി കഴിഞ്ഞു. ഇനി വേണ്ടത് അച്ഛൻ ആഗ്രഹിച്ച കാര്യം നടക്കണം. എന്റെയും കാർത്തികയുടെയും വിവാഹം. എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും പിന്നോട്ടില്ല കിരണേ. ഇപ്പോഴത്തെ ദിലീപിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത ദിലീപിനോട് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ വിവാഹത്തെക്കുറിച്ച് ആരും ചിന്തിക്കില്ലല്ലോ. കല്യാണിയുടെ അമ്മ മരിച്ച ശേഷം കല്യാണി കുറച്ചൊരു തീരുമാനമെടുത്തില്ലേ? അതേ വാശിയായിരിക്കും. കല്യാണി അമ്മയുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയാ കല്യാണിയും കല്യാണിയുടെ അച്ഛനും ഒക്കെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞത്. ആ മാനസികാവസ്ഥ തന്നെയാണ് എനിക്കും ഇപ്പോൾ. അതുകൊണ്ടാ അമ്മയുടെ അഭിപ്രായം പോലും മാറ്റിവെക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. കിരണേ, ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്ന് പോകേണ്ടതാ. ഇവനെ ഓർത്ത് മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ ഗംഗാപ്രസാദിനെ പറ്റി അറിയുകയും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുകയും ചെയ്ത ശേഷം ഞങ്ങളെയൊക്കെ വീട്ടുകാരെ പെട്ടെന്ന് തിരിച്ചു ചെല്ലാനാ പറഞ്ഞത്. എല്ലാവരും സ്വാർത്ഥരാണ്. പക്ഷെ ഞങ്ങളാരും അങ്ങനെയല്ല. ഇവന് വേണ്ടി ജീവൻ കളയാൻ പോലും ഞങ്ങളൊക്കെ ഒരുക്കോ. ഇനി മാറി ചിന്തിക്കുന്ന പ്രശ്നമില്ല. അവൻ വീണ്ടും മരണത്തിന് രക്ഷപ്പെട്ടതല്ല എന്റെ നിരാശാത്രി. അല്ലെങ്കിൽ ഇന്ന് ഈ കർമ്മം ദിലീപ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സന്തോഷം കൂടി നമുക്ക് കണ്ടേനെ. എന്തായാലും കല്യാണം കഴിയുമ്പോൾ അവരൊന്നും കേട്ടുമല്ലോ. ഞാനും ആയുധം കരുതിയ കിരണെ സഞ്ചരിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത അറിയുമ്പോൾ അവൻ ഉറപ്പായിട്ടും ഞങ്ങളെ തേടി വരും. അങ്ങനെ വരണം. ആ സമയത്ത് ഒരുപക്ഷെ അവന്റെ നെഞ്ചിലേക്ക് നിറവൊഴിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. അത്രത്തോളം ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഡ്രസ് മാറും. അതെ ഇത് ആന്റി എന്തായി? മോളാകെ വയലന്റ്
മനസ്സിന്റെ ആണല്ലോ. എന്തിനാ മനോഹറിനെ കൊണ്ട് കുഞ്ഞിനെ കാണിച്ചോന്നോ? ആ അതങ്ങനെ പറ്റിപ്പോയി ആന്റി. അവൻ അതുപോലെയാണ് കരഞ്ഞ് നിലവിളിക്കുന്നത്. കുറെ കേട്ടപ്പോ അവനോട് എനിക്കൊരു സഹതാപം തോന്നി. പിന്നെ കല്യാണിയുടെ കാര്യം ആന്റിക്ക് അറിയാലോ. അവൾക്ക് എല്ലാവരോടും ക്ഷമിക്കാനേ അറിയൂ. അല്ലാതെ പ്രതികാര ചിന്തയോടെ നടക്കുന്ന രീതി അവൾക്കില്ലല്ലോ. ഇന്നലെ നീ കല്യാണിയെ വിളിച്ച് വായി തോന്നിയതൊക്കെ പറഞ്ഞല്ലേ? ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് എന്തിന്റെ കേടാക്കിയിരുന്നേ? ദേ, ഇനി ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചിട്ടുണ്ട്. മനോഹറിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോവില്ല. ഇതല്ലേ നിങ്ങൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടല്ലേ കുഞ്ഞിനെ എടുത്തോട്ട് ഹോസ്പിറ്റലിലേക്ക് കല്യാണി പോയത്? സറിയൂ, നീ അതൊക്കെ കള. ഇനി എന്തിനാ അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നേ? മറക്കാൻ പറ്റുന്നതേ മറക്കാൻ പറ്റൂ കിരണേ. ദേ, നിന്റെ അമ്മ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടന്ന് വല്ലാതെ വിഷമിക്കുക. താരാന്റിക്ക് ഒരിക്കലും എന്നെയോ കല്യാണിയോ തള്ളിക്കളയാൻ പറ്റില്ല. എന്നാ നീ സ്വന്തം മകളായതുകൊണ്ട് നിന്റെ ഭാഗത്ത് നിൽക്കാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വെറുതെ ആന്റിയെ തള്ളിയിടരുത്. എനിക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്. ഒന്ന് പുറത്തേക്ക് പോണം. അതിനെന്താ, എനിക്കിപ്പം പോരെ, നമുക്ക് ഒരുമിച്ച് പോകാം. നിന്നെയും കൊണ്ട് അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോകണമെന്ന് കരുതിയിരിക്കുന്നു ഞാൻ. നിന്റെ ഈ മൂടൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കണം. ഇവള് ഇതിനകത്തിരുന്നാലേ നടന്നതൊക്കെ മനസ്സിലായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. പിന്നെ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകും. ഒരു അബദ്ധം പറ്റിയതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുക. കല്യാണിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് അവള് വരാതിരുന്നത്. ഇനി അവള് നിന്നെ കാണുമ്പോൾ മാപ്പ് പറയും. അങ്ങനെ മാപ്പ് പറയുന്നത് തെറ്റല്ലല്ലോ നിങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അതേക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കണ്ട. അമ്മ, ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ട് വരാൻ്റെ. ഇവൻ ഇവിടെ വരണമെന്നും ഇവനൊപ്പം പുറത്തു പോകണമെന്നും ഞാൻ ആഗ്രഹിച്ചത് ആ സമയത്ത് തന്നെ ഇവനെത്തി. ഇനി എന്റെ പ്രാർത്ഥനയിൽ എന്റെ ആഗ്രഹവും കൂടി ഞാൻ ഉൾപ്പെടുത്തും. ഒരിക്കൽ എനിക്ക് കൈമോശം വന്ന നിധിയാണ്. ആ നിധിയെ ഇനി കൈവിട്ട് കളയുന്നത് ഒട്ടും തന്നെ തന്നെ. നിനക്ക് ദേഷ്യം വന്നാണ്ടല്ലോ, നീ മറ്റൊരാളാ. പിന്നെ ദൈവത്തിന് പോലും നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അമ്പലത്തിൽ പോയി ദൈവങ്ങളെ വിളിച്ചുണർത്തുന്നവളാ കല്യാണി. അങ്ങനെ വിളിച്ചുണർത്തി അവസാനം എന്റെ കിരണിന്റെ മനസ്സ് അവള് കീഴടക്കുമായിരുന്നു. ദൈവങ്ങളെ കൂട്ടുപിടിച്ച എന്റെ കിരणे അവള് തട്ടിയെടുത്തത്. അന്ന് മനോഹർ വാങ്ങി തന്ന ഡ്രസ്സ് നീ കത്തിച്ചളഞ്ഞതിന് ശേഷം എന്നോട് നിനക്ക് ഭയങ്കര ദേഷ്യമായിരിക്കുന്ന ഞാൻ കരുതിയത്. എന്തിനാ ഇനി അങ്ങനെ ഒരു ദേഷ്യവും വൈരാഗ്യമൊക്കെ? നന്നാവൻ ആഗ്രഹിക്കുന്നവര് നന്നാവട്ടെ സറിയൂ. അവൻ ചെയ്ത തെറ്റുകള് ആർക്കും പൊറുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിനക്ക്. അതുകൊണ്ട് അവനോടുള്ള നിന്റെ വെറുപ്പ് അതുപോലെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ അവനിപ്പോ മാറി എന്ന് പറയുന്നത് സത്യ. സറിയൂ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും നീ കേട്ടോ? ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. എന്നാ പിന്നെ ഞാനിപ്പോ എന്താ പറഞ്ഞത്? സറിയൂ, നിന്റെ മനസ്സ് മറ്റെവിടെയോ ആണ്. ഇപ്പോഴും ആ മനസ്സിനകത്ത് ഒരു തീപ്പൊരി ഉണ്ടോ? മനോഹരനെ ന്യായീകരിക്കുന്ന എന്നെയും കല്യാണിയും നിനക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് പഴയതുപോലെ പുറമേ സ്നേഹം കാണിച്ചിട്ട് ഉള്ളില് വൈരാഗ്യം വെച്ചിട്ട് നടക്കുവാണോ? എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യം ഇല്ല കിരണേ. എന്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു ബുദ്ധിമോശം കാണിച്ചു. ഇന്ന് RS കൺസ്ട്രക്ഷൻ എന്നറിയപ്പെടുന്ന കമ്പനിക്ക് എന്റെ പേരായിരുന്നു. ആ പേര് ആന്റി മനഃപൂർവ്വം ഇട്ടതാ. എന്നായാലും നമ്മൾ തമ്മിൽ ഒന്നിക്കുന്ന ആന്റി 100% ഉറപ്പിച്ചതാ. എന്നാൽ അതിന് തടസ്സമായത് എന്റെ സ്വഭാവവും വാശിയും തന്നെയാണ്. നിന്നെ വിട്ടു കളഞ്ഞതോടെ എന്റെ ജീവിതം തീർന്നു കിരണേ. ഇന്നത്തെ കാലത്ത് നല്ല കുടുംബ ബന്ധങ്ങൾ കുറവാ. തല്ലിയും വഴക്കൂടിയൊക്കെയാണ് പലരും ജീവിക്കുന്നത്. അതിനിടയിൽ കല്യാണിയെ പോലുള്ളവര് അധികമൊന്നും കാണില്ല. ജീവിതത്തിൽ നീ ആവശ്യപ്പെടുന്നതെല്ലാം നിന്റെ മുന്നിൽ എത്തിക്കാൻ നിന്റെ കുട്ടിക്കാലത്ത് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് കഷ്ടപ്പാട് എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ല. അവിടെയാണ് നിനക്ക് പിഴവ് പറ്റിയത്. ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നാലും എന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ഞാൻ മാറിയെങ്കിൽ അതിന്റെ അനുഭവം കൊണ്ടാ. ഇനി എനിക്ക് ആരുമില്ല കിരണേ. എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാ അത് നടത്തി തരാൻ നീ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്? എന്റെ അച്ഛനും അമ്മയും നീ എന്ത് പറഞ്ഞാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതൊക്കെ അവർ കേൾക്കും. അതിലുപരി കല്യാണി നിന്നെ ഇപ്പോ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളുടെ സ്നേഹം എനിക്ക് ആവശ്യമില്ല. പക്ഷെ നിന്റെ സ്നേഹം എനിക്ക് വേണം. പിന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ. ഞാൻ ഫ്രീ ആണെങ്കിൽ നിനക്കൊപ്പം പുറത്തേക്ക് വരാനും നിനക്ക് വേണ്ടതൊക്കെ വാങ്ങി തരാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ ഉള്ളിൽ നിന്നോട് ഒരു സമയത്തിന് ശേഷം പ്രത്യേകിച്ച് ഒരു സ്നേഹം തോന്നിയിട്ടില്ല. എന്നാ ഇപ്പോ എന്റെ മനസ്സ് പറയാ, നീ എന്റേത് മാത്രമായിരുന്നു ഒരു സമയത്ത്. എന്റെ മാത്രം സ്വത്ത്. ആ സ്വത്താ കല്യാണി കവർന്നെടുത്തത്.